ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ ടോപ്പിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് ഒരു കുഞ്ഞു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചുരിദാർ ടോപ്പ് നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് വേണ്ട അളവ് ലെങ്ത്ത് പറഞ്ഞാൽ 28 ഇഞ്ചാണ്. അപ്പോൾ താഴെ ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷോൾഡർ തയ്ക്കുമ്പോൾ മാത്രമാണ് തയ്യൽ തുമ്പ് വേണ്ടത്. അത് 1.5 ഇഞ്ചോളം മതി. പക്ഷേ 28 ഇഞ്ച് ലെങ്ത്തും അതിൻ്റെ കൂടി ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 29 ഇഞ്ചിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് 29 ഇഞ്ച് കിട്ടുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഈ തുണിയിൽ അളവുകളൊക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ സെൻറ്ററിൽ നിന്നും മടക്കിയിടുകയാണ് കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ടു. ഓക്കെ, ഇതുപോലെ ലെവലാക്കി വെച്ചു. ഇനി നമുക്ക് ലെങ്ത്ത് അളന്നെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആദ്യം എടുക്കേണ്ടത് നെക്കാണ്. അപ്പോൾ ഞാൻ നെക്ക് എടുത്തത് കൊണ്ടാ. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വെടുത്ത് 2.5 ഇഞ്ച്. 2.5 ഇഞ്ച്. പിന്നെ ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും അളവുകളെല്ലാം സെയിമാണ് കേട്ടോ. അതൊരു റൗണ്ട് ഷേപ്പായിട്ട് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി ഷോൾഡർ 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൈക്കുഴിയാണ് എടുക്കേണ്ടത്. കൈക്കുഴി ഇവിടെ നമ്മൾ ഷോൾഡറിൽ നിന്ന് എടുക്കുന്ന 5 ഇഞ്ചുണ്ടല്ലോ, അതേ 5 ഇഞ്ച് തന്നെയാണ് കൈക്കുഴിക്കും കൊടുക്കുന്നത്. 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ഷോൾഡറിന് അളന്നെടുത്ത 5 ഇഞ്ചുണ്ടല്ലോ, ആ 5 ഇഞ്ച് തന്നെ ഇവിടെയും അളന്നെടുക്കാം കേട്ടോ. ഇവിടെ 5 അളന്നപ്പോൾ ഇവിടെയാണ് കിട്ടുന്നത് കേട്ടോ. 5 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഷോൾഡറിൻ്റെ അടുത്ത 5 ഇഞ്ചുണ്ടല്ലോ, ആ 5 ഇഞ്ചിലേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കൈക്കുഴി കിട്ടിയില്ലേ, അതിൻ്റെ നേർക്ക് തന്നെയാണ് ചെസ്റ്റ് വണ്ണം എടുക്കേണ്ടത്. ചെസ്റ്റ് വണ്ണം 25 പകുതിയും പറയുമ്പോൾ 12.5 ഇഞ്ചാണ്. 12ൻ്റെയും പകുതി 6.25 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6.25 ഇഞ്ച് പറയുമ്പോൾ അതിനെ കൊണ്ട് തയ്യൽ തുമ്പും വേണം. ഒരു 8 ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 8 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. 8 ഇഞ്ച് കൊടുത്തു. എന്നിട്ട് ഈ കൈക്കുഴിൻ്റെ നമ്മൾ അളന്നെടുത്തില്ലേ, അവിടെ നിന്നും ഈ ചെസ്റ്റ് വണ്ണത്തിലേക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഏകദേശം ഈ കൈക്കുഴിൻ്റെ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൻ്റെ ഇവിടെ നിന്നും ഒരു 1 ഇഞ്ച് മുകളിലേക്ക്. ഇനി നമ്മൾ ചെസ്റ്റ് വണ്ണം എടുത്തില്ലേ, ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ഇവിടെ നിന്നും ഒരു 5 ഇഞ്ച് താഴേക്ക് അളവ് കൊടുക്കുക. ഇത് നമുക്ക് ബോഡിക്ക് ഷേപ്പ് വരുന്ന ഭാഗമാണ് കേട്ടോ. കൈക്കുഴിയിൽ നിന്നും താഴേക്ക് 5 ഇഞ്ച് ഇറക്കിയെടുത്തല്ലോ, അവിടെ നിന്നും ഇനി ഷേപ്പിൻ്റെ വണ്ണമാണ് കാണേണ്ടത്. ചെസ്റ്റ് വണ്ണം നമ്മളിവിടെ 8 ഇഞ്ച് കൊടുത്തല്ലോ, ആ 8 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഷേപ്പ് വണ്ണം കൊടുക്കുന്നത്. ഇവിടെ 7 ഇഞ്ച് അടപ്പെടുത്തി. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ഇപ്പോൾ വരച്ച് ഇനി നമ്മൾ വേസ്റ്റിൻ്റെ വണ്ണം എടുക്കേണ്ടത് ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 18 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന വണ്ണം അവിടെ ചെസ്റ്റ് വണ്ണം 8 ഇഞ്ച് കൊടുത്തില്ലേ, ആ 8 ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത്.
തയ്യൽത്തുമ്പ് അടക്കമാണ് ഇവിടെ 8 ഇഞ്ച്. ഇനി ഏറ്റവും അടിയിലായിട്ട് ഞാനിതാ 10 ഇഞ്ച് വണ്ണമാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവായതുകൊണ്ട് ഞാൻ 2 നെക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 2 നെക്കിലും ഒരേ അളവ് കൊടുത്താൽ ബാക്ക് നെക്ക് സിബ്ബോ ഹുക്കോ വെക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്തെടുക്കാം. ഉണ്ടല്ലോ, ഇവിടെ ഓപ്പൺ ഉണ്ട് കേട്ടോ. ഇത് ചുരിദാറിൽ ഉണ്ടായിരുന്ന ഓപ്പണാണ്. ഇത് ഞാൻ ഒന്നും ചെയ്തതുപോലെ കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇനി നെക്കും പിന്നെ കൈയും പൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. പൈപ്പിംഗ് ചെയ്തെടുക്കാനായിട്ട് ഇതാ നേരത്തെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണിയിൽ ക്രോസ് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഒരു 1.25 വെച്ചിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണേ. ആദ്യം ഇതാ നെക്കിലേക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. പൈപ്പിംഗ് പീസ് ഇതാ നെക്കിലേക്ക് വെച്ച് കൊടുത്തു. ഇനി പൈപ്പിംഗ് പീസ് മോശം ഭാഗത്ത് നിന്നും നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിക്ക് പിടിക്കുക. പിടിച്ചിട്ട് ഇതാ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് എടുക്കാം. ഫ്രണ്ട് പീസിൽ നമ്മൾ നെക്ക് ചെയ്തെടുത്തത് ടോപ്പിൻ്റെ മോശം ഭാഗത്ത് പൈപ്പിംഗ് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് മടക്കിയിടുകയാണ് ചെയ്തത്. പക്ഷേ ബാക്ക് പീസിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് പൈപ്പിംഗ് പീസ് വെച്ചിട്ട് മോശം ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് പീസ് ഉൾഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തു. പൈപ്പിംഗ് പീസ് ഉൾഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുത്തു. ഇനി പൈപ്പിംഗ് പീസിൻ്റെ മുകളിലൂടെ സൈഡിലായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. നല്ല വൃത്തി നീറ്റാക്കി കൊടുക്കുക ആദ്യം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് ടോപ്പിൻ്റെ നല്ല വശമാണിത്. ഫ്രണ്ട് ടോപ്പിൻ്റെ നല്ല വശമാണിത്. 2 പീസും കൂട്ടിയിരിക്കും. അങ്ങനെ 2 ഷോൾഡറും ഞാൻ കൂട്ടിയടിച്ചു. ഓരോ ഷോൾഡറിലും 2 സ്റ്റിച്ച് വീതം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ഞാൻ കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏത് തുണിയായാലും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെട്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ സ്റ്റിച്ച് അവസാനിക്കുന്ന കെട്ടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തുന്ന് പൊട്ടിപ്പോവും.
ഇതാ ഇപ്പോൾ 2 ഷോൾഡറും തയ്ച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് കൈക്കുഴി പൈപ്പിംഗ് ചെയ്തെടുക്കണം. ആദ്യം നല്ല വശത്തേക്ക് പൈപ്പിംഗ് പീസ് വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 കൈക്കുഴിയും പൈപ്പിംഗ് ചെയ്തെടുത്തു. ഇനി ടോപ്പിൻ്റെ 2 ഭാഗവും കൂട്ടിയടിക്കുകയാണ്. ഇത് ടോപ്പിൻ്റെ മോശം ഭാഗമാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ അധികം എടുത്തത്. ആ 1.5 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നല്ലൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. സ്ലിറ്റിൻ്റെ ആ പോയിന്റിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് ടോപ്പ് നേരെ ഇങ്ങോട്ട് തിരിച്ചിടണം. ഇനി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നേരെ മുകളിലേക്ക് നേരത്തെ സ്റ്റിച്ച് വന്ന ഭാഗം ഉണ്ടല്ലോ അതിലൂടെ തന്നെ നേരെ മുകളിലേക്ക് പോകാം. ഇനി ടോപ്പിൻ്റെ മറ്റേ സൈഡ് കൂടി കൂട്ടിയടിക്കാം. ഈ സൈഡും അതേപോലെ തന്നെ സ്ലിറ്റിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം നേരെ ഇങ്ങോട്ട് തിരിച്ചിടാം. ഇനി സ്ലിറ്റാണ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2 സ്ലിറ്റും ഇതുപോലെ ഒന്ന് നിവർത്തി നീട്ടിയിടുകയാണ്. അതിനുശേഷം ആദ്യം ഇപ്പുറത്തെ സ്ലിറ്റ് തയ്ച്ചു തുടങ്ങിയാണ് കേട്ടോ. എല്ലാവരും നല്ലോണം വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ. സ്ലിറ്റ് തയ്ക്കുന്ന വിധം ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാനിവിടെ ചെയ്യുന്നത് ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇനി ഞാൻ മറ്റേ ഭാഗത്തെ സ്ലിറ്റും കൂടി തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞു ചുരിദാർ ടോപ്പ് ഇതാ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.